യൂത്ത് ലീഗ് പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ ഒതായി മനാഫിനെ കൊന്ന കേസിൽ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനാണെന്ന് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി. മറ്റ് പ്രതികളെ വെറുതെ വിട്ടു. നാളെ പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കും. കൊലപാതകം നടന്ന 30 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. കൊലക്കുറ്റം തെളിഞ്ഞെന്ന് നിരീക്ഷിച്ച കോടതി ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി. മൂന്നാം പ്രതിയും ഷഫീഖിന്റെ സഹോദരനുമായ ഷെരീഫ്, മറ്റു 2 പ്രതികൾ എന്നിവരെ വെറുതെ വിട്ടു. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി AV ടെല്ലസ് ആണ് വിധി പറഞ്ഞത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന്റെ സഹോദരി പുത്രന്മാരാണ് ഷഫീഖും ഷെരീഫും. കൂട്ടുപ്രതികളായ നിലമ്പൂർ സ്വദേശി മുനീബ്, എളമരം സ്വദേശി ജാബിർ എന്നിവരടക്കം 4 പേരാണ് വിചാരണ നേരിട്ടത്. ഷരീഫ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതിൽ അസംതൃപ്തരാണെന്നും ഇതിനെതിരെ അപ്പീൽ നൽകുമെന്നും മനാഫിന്റെ പിതൃസഹോദരൻ വ്യക്തമാക്കി. ഇതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. 30 വർഷക്കാലമായി ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയിട്ട് അതിൽ ആദ്യത്തെ 26 സാക്ഷികളിൽ ആദ്യം 21ഓളം സാക്ഷികളെ വെറുതെ വിട്ടു. ആ കേസ് വെറുതെ വിടാനുള്ള പല കാരണങ്ങളുണ്ട്. സാക്ഷികൾ കൂറുമാറിയെന്ന് മാത്രമല്ല, അന്നത്തെ പ്രോസിക്യൂഷൻ ഞങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്തതെന്നൊരു ആരോപണം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പല വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഞങ്ങൾ നിരാശരായില്ല. ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട 3 പ്രതികളെയും ഞങ്ങൾ അപ്പീൽ നൽകും എന്ന് തന്നെയാണ്. ഇനിയും ഈ അക്കാര്യത്തിൽ ഞങ്ങൾ ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കുടുംബം എന്നുള്ളതിൽ ഞങ്ങൾ നടത്തും. ഒന്നാം പ്രതി കുറ്റക്കാരനെന്ന് വിധിച്ചത് വർഷങ്ങളായുള്ള നിയമ പോരാട്ടത്തിന്റെ ഫലമാണെന്നും 30 വർഷമായി സമാനതകളില്ലാത്ത പോരാട്ടമാണ് കുടുംബം നടത്തിവരുന്നതെന്നും മനാഫിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. മറ്റു പ്രതികൾക്കും കൂടി അർഹമായ ശിക്ഷ ലഭിക്കുന്നതിനായി മേൽക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉദായിലെ മനാഫ് വധക്കേസിലെ ഒന്നാം പ്രതി ഷഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2, 3, 4 പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട്. ശിക്ഷ കോടതി നാളെ പറയും. കേസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് 30 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. 30 വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി. ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മനാഫിനെ ഒതായി അങ്ങാടിയിൽ വെച്ച് അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊലപാതകത്തിന് ശേഷം 25 വർഷം ഒളിവിലായിരുന്നു 4 പ്രതികളും. മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാഖ് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇവർ പിടിയിലായത്. കേസിൽ 2ാം പ്രതിയായ PV അൻവർ അടക്കം 21 പ്രതികളെ നേരത്തെ കോടതി വെറുതെ വിട്ടിരുന്നു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.